CPI മന്ത്രിമാർ രാജിവെക്കും. പക്ഷേ എല്ലാവരും രാജിവെക്കില്ല. എല്ലാവർക്കും അങ്ങനെ രാജിവെച്ച് പോകുവാനുള്ള മനസ്സുമില്ല. എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന ഒരേ ഒരാൾ, അത് മന്ത്രി കെ രാജനാണെന്ന് മാത്രം. കാരണം അദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഈ സാഹചര്യത്തിൽ രാജിവെക്കാൻ അദ്ദേഹം സന്നദ്ധനാണ് എന്നുള്ളതാണ്. ഏത് സിംഹാസനവും വലിച്ചെറിയുവാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് പറയുവാനുള്ള കരുത്ത് ഈ കെ രാജന് മാത്രമേ ഉള്ളൂ എന്ന് കൂടി പറയട്ടെ. ഇവിടെ GR അനിലും ചിഞ്ചുറാണിയും വ്യക്തമാക്കിയിരിക്കുന്നു, രാജിവെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ചിഞ്ചുറാണിക്കും അനിലിനും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിൽ വീണ്ടും തൂങ്ങിക്കിടക്കാൻ തന്നെയാണ് താല്പര്യം എന്നുള്ളതാണ്. അതുപോലെ പ്രസാദ് എന്ന് പറയപ്പെടുന്ന മന്ത്രിയുണ്ട്. അങ്ങനെ ഒരു പ്രസാദ് എന്ന് പറയപ്പെടുന്ന മന്ത്രിക്ക് പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായമേമില്ല. രാജിവെക്കണമെങ്കിൽ രാജിവെക്കാം, രാജിവെക്കണ്ടെങ്കിൽ രാജിവെക്കണ്ട എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് നിലപാടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവരൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന വെളിയം ഭാർഗവൻ്റെ നിലപാടുകളെ എപ്പോഴും കാണുന്ന ആ ഒരു CPIയുടെ പാർട്ടി അംഗങ്ങളാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് ചിഞ്ചുറാണിയും GR അനിലുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ രാജിവെക്കണമെന്നല്ല, പക്ഷേ ബിനോയ് വിശ്വം എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എന്താണോ ആവശ്യപ്പെട്ടത് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മുന്നണിയിൽ നിൽക്കണോ നിൽക്കണ്ടേ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളൊരു ധാർമ്മികത ഉണ്ടാവണം. ആ ധാർമ്മികത എന്ന് പറയപ്പെടുന്ന നിങ്ങൾ മന്ത്രിയാക്കിയത് നിങ്ങളുടെ പാർട്ടിയും പ്രസ്ഥാനവുമാണ്. നിങ്ങളെ മന്ത്രിയാക്കി വാഴിച്ചത് ഇവിടുത്തെ ജനങ്ങളും. അപ്പോൾ അവരോടുള്ള കമ്മിറ്റ്മെൻ്റാണ് ആദ്യം നിങ്ങൾ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ അധികാരത്തിൽ തൂങ്ങി ആ സുഖശീതളമയിൽ ഇനിയും കുറേ കാലം കൂടി ജീവിക്കാമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് പക്ഷേ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ല എന്ന് കൂടി പറയട്ടെ. എന്തായാലും ഇടതുപക്ഷത്തിനകത്ത് ഈ PM-ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാരണത്തിൽ ആ PM-ശ്രീ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടതിൻ്റെ പേരിൽ CPIയും CPM-ഉം രണ്ട് തട്ടിലേക്ക് പോയി എന്നുള്ളത് വസ്തുതയാണ്. അവർ രണ്ടായി പിരിയുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലുമാണ്. പക്ഷെ അതൊന്നും നടക്കില്ല എങ്കിൽ കൂടിയും PM-ശ്രീ വിവാദം CPIയുടെ മന്ത്രിമാർ രാജിവെക്കുന്ന തരത്തിൽ വരെ ചർച്ചയായിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിൽ GR അനിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള ചിഞ്ചുറാണിയും അവരും ഈ രാജിവെക്കൽ എന്ന് പറയപ്പെടുന്ന നാടകത്തോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മന്ത്രി P രാജൻ മാത്രമാണ് ഈ പറയുന്ന രാജിവെക്കാമെന്ന് CPI നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നതാണ്. ഏത് സിംഹാസനവും വലിച്ചെറിയുവാൻ താൻ തയ്യാറാണ് എന്ന് P രാജൻ്റെ വാക്കുകൾ ഒരു CPIക്കാരൻ്റെ, ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിത്രം ഓർമ്മിപ്പിക്കുന്നു എന്ന് കൂടി പറയട്ടെ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും രാജിക്കെതിരാണ് എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രാജി അനാവശ്യമാണ് എന്നാണ് CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുന്നത്. PM-ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സിലബസ് അനിവാര്യമല്ല എന്നും ഈ സാഹചര്യത്തിൽ എതിർപ്പ് ഉയർത്തേണ്ടതില്ല എന്നുമാണ് അനിൽ ഇപ്പോൾ പാർട്ടിയോട് പറഞ്ഞിരിക്കുന്ന നിലപാട്. GR അനിലൊക്കെ എന്നാണ് ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തിയതെന്ന് ആലോചിച്ച് നോക്കുക. അനിലിനെ പോലുള്ളവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇനിയുള്ളൊരു 6 മാസം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ഭരിച്ച് കിട്ടാവുന്ന പൈസയൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ സുഖസുഭിക്ഷമായി ജീവിക്കുക എന്നുള്ള ഒരു തത്വശാസ്ത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ശരിയാണ്, നിങ്ങൾക്ക് ഈ CPIയിൽ നിന്ന് മാറി CPM-ൻ്റെ പക്ഷം ചേരാം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, CPI എടുക്കുന്ന പഴയ നിലപാടുകൾക്ക് ശക്തി ഇപ്പോൾ പോരായെങ്കിൽ കൂടിയും CPI ഒരു പരിധിവരെ ആ നിലപാടുകളെ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായി അവർ ഉപയോഗിക്കുന്ന അവരുടെ ആശയങ്ങളെ അവർ തള്ളിക്കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവിടെ GR അനിലിനെ പോലുള്ള P പ്രസാദിനെ പോലുള്ള ചിഞ്ചുറാണിയെ പോലുള്ള ചിറ്റയം ഗോപകുമാറിനെ പോലുള്ള CPIക്കാർ നിങ്ങൾ CPIക്കാരാണെന്ന് പറയാൻ നാണക്കേടുണ്ട്. കാരണം നിങ്ങൾ CPIക്കാരല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല, നിങ്ങൾ ബൂർഷ്വാസികളെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് CPM-ൻ്റെ പാത പിന്തുടരാം. വേണമെങ്കിൽ ചിറ്റയം ഗോപകുമാറും GR അനിലും ചിലപ്പോൾ ചിഞ്ചുറാണിയും വരെ CPM-ൻ്റെ ആ പാളയത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ CPIക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് സംഭവിക്കാൻ പോകുന്നത് ബിനോയ് വിശ്വം ഒറ്റപ്പെടുകയും P രാജനും ബിനോയ് വിശ്വവും അടങ്ങുന്ന ഒരു ചെറിയ വിഭാഗം മാത്രം അതിൽ ഉൾപ്പെടുകയും ബാക്കിയുള്ളവർ CPM-ൻ്റെ ഭാഗമാകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. അത് വേണോ അതോ ഇപ്പോഴത്തെ CPI ആയി നിൽക്കണമെന്ന് ഈ ഭൂരിപക്ഷം തീരുമാനിക്കും. എന്തായാലും വേണ്ടി വന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം CPIയിൽ നിലവിൽ ശക്തമാണ്. അവിടെയാണ് ഈ മന്ത്രിമാരിൽ പലരും, ആകെ 4 മന്ത്രിമാരാണ്, അതിൽ 3 മന്ത്രിമാർക്കും വലിയ താല്പര്യമില്ല രാജിവെക്കുന്നതിന്. പിന്നെയുള്ളൊരു പദവി എന്ന് പറയപ്പെടുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാണ്. ആ പദവിയിൽ നിന്നിട്ട് ചിറ്റയം ഗോപകുമാറും രാജിവെക്കാൻ തയ്യാറില്ല. പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ? വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു പോകുന്നു.
നിങ്ങൾ നിന്നാലും സംഭവിക്കും, നിങ്ങൾ നിന്നില്ലെങ്കിലും സംഭവിക്കും, അത് ഉറപ്പാണ്. പരാജയത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞാലും ഈ സ്ഥാനമാനങ്ങൾ വലിച്ചെറിയാൻ നിൽക്കണ്ട. സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നട്ടൽ വേണം, ആശയങ്ങളോട് പൊരുത്തപ്പെടുവാനുള്ള കരുത്ത് വേണം, നിലപാട് വേണം. ഇതൊന്നുമില്ലാത്ത നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും, അതായത് GR അനിലാണെങ്കിലും ചിഞ്ചുറാണി ആണെങ്കിലും പ്രസാദ് ആണെങ്കിലും ചിറ്റയം ഗോപകുമാറാണെങ്കിലും സഖാക്കളെന്ന് പറയാൻ നാണക്കേടാണ്. നിങ്ങൾക്ക് പോകാം ബൂർഷ്വാസികളുടെ മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ ബൂർഷ്വാസികളുടെ ഇടത്തിലേക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ തരം താണു പോയിരിക്കുന്നു. CPI എന്ന് പറയപ്പെടുന്ന പാർട്ടി പറയുന്നു ഈ മന്ത്രിമാർ രാജിവെക്കട്ടെ എന്ന്. എന്നാൽ ഇവിടെ ഇതിന് പിന്നിൽ ഇസ്മായിലിൻ്റെ കരങ്ങളാണ്. അനിലും സംഘവും പറയുന്ന CPI മന്ത്രിമാർ പാർട്ടിയെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വസ്തുത എന്ന് പറയപ്പെടുന്നത് ഇതിനകത്തറിയാലോ. നമുക്ക് ഈ ഇസ്മായിൽ പറയുന്ന PM ഇസ്മായിലിൻ്റെ ഒരു കളിയുണ്ട് എപ്പോഴും. അതൊരു പാർട്ടിയിലെ വിഭാഗീയത എപ്പോഴും ഇങ്ങനെ കൊളുത്തി നിർത്തിക്കൊണ്ട് നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരാരും തന്നെ പാർട്ടിയെ രക്ഷിക്കുവാനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പാർട്ടി, CPI എന്താണെന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ ചോദിച്ച പോലെ ഇതെന്ത് പാർട്ടി എന്നും ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത്രയും തരംതാണ് പോകുന്നല്ലോ ഇവരെല്ലാവരും. ഇവിടെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത് മന്ത്രിമാരായിട്ടുള്ള K രാജനും P പ്രസാദുമാണ് രാജ്യസന്നദ്ധത അറിയിക്കുന്നത്. പ്രസാദിനും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പ്രസാദ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിലപാടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രസാദ് ഒരു തരം പാതി മനസ്സിലാണ് നിൽക്കുന്നത്, വേണോ വേണ്ടേ എന്നതിനെക്കുറിച്ച്. അപ്പോൾ രാജനാകട്ടെ ഉറച്ച നിലപാടും. അപ്പോൾ മുന്നണി മര്യാദ ലംഘിച്ച് PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം CPIയിൽ ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിമാർ രാജിവെക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിൽ GR അനിലും ചിഞ്ചുറാണിയും P പ്രസാദും അടക്കം അത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാജൻ മാത്രമാണ് പറഞ്ഞത് രാജിവെക്കാൻ തയ്യാറാണ്. രാജനും പ്രസാദും ഇസ്മായിൽ പക്ഷക്കാരാണെന്നാണ് ഈ അനിലും കൂട്ടരും പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ ഇവിടെ ധാരണാപത്രം റദ്ദാക്കണമെന്ന CPIയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന നിലപാടിലാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ മുന്നണി മര്യാദ ലംഘിച്ചതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ കത്തിന് മുന്നണി കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇതുവരെയും അവരുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. അതായത് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരതിലൂടെ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് ബിനോയ് വിശ്വത്തെ വിളിച്ചു, സംസാരിച്ചു. ആ കാര്യവുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടുകൾ വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് മാറിയിരിക്കുന്നത്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പറയപ്പെടുന്നത് നമുക്കറിയാമല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയം ഒരു മാതൃക മാത്രമാണ് എന്നും വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ദർശനം നൽകുന്ന ഒരു തത്വസംഹിതയായിട്ട് മാത്രമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണേണ്ടതെന്നും ഇതിനോടനുബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അംഗീകരിക്കുവാൻ ഇവർ തയ്യാറല്ല. 2024 മാർച്ചിൽ തന്നെ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടാൻ കേരളം എന്ന സന്നദ്ധത അറിയിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഏകദേശം 1.5 വർഷത്തിന് മുമ്പേ ഇതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കി കാട്ടുന്നതാണ് PM ശ്രീ സ്കൂള് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കിയേ പറ്റൂ. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞിട്ടോ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്താണ് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഒപ്പുവെക്കേണ്ടത് ധാരണാപത്രം. ആ ധാരണാപത്രം ഒപ്പുവിട്ട് കഴിഞ്ഞാൽ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കേണ്ടി വരും. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കണം നിർബന്ധമില്ല. പക്ഷേ പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിച്ച് അവർക്ക് തന്നെ അത് വിദ്യാഭ്യാസം കൊണ്ടുപോകും. അതേസമയം പാഠ്യപദ്ധതി, മൂല്യനിർണ്ണയം എന്നിവയിലെല്ലാം രാജ്യത്ത് ഒരു പൊതുരീതി ഉണ്ടാകുന്നു. ആ പൊതുരീതിയോടൊപ്പം ചേർന്ന് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് GR അനിൽ പറയുന്നത് അതുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറാണ്, PM ശ്രീയിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം പാഠ്യപദ്ധതി മാത്രമാണ്, അല്ലെങ്കിൽ ആ പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാനുള്ളത്. പാഠ്യക്രമീകരണം എങ്ങനെയാണെന്നുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ GR അനിൽ പറയപ്പെടുന്ന ഈ സംവിധാനത്തോട്, അതായത് പഠിപ്പിക്കാൻ കഴിയുന്ന പാഠ്യപദ്ധതികളിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്ന രീതിയോട് യോജിപ്പുണ്ട്. അത് ബിനോയ് വിശ്വന് യോജിപ്പുണ്ട്. പക്ഷേ അതിനോട് PM ഇസ്മായിലിനും P രാജനുമൊന്നും അത്രത്തോളം താല്പര്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സൗകര്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് വന്നു. ഇന്നിപ്പോൾ CPIയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം CPMൻ്റെത് ചേരുന്നുമുണ്ട്. CPI നേതൃത്വമായിട്ട് CPM ചർച്ച നടത്തും. CPI നേതാക്കൾ നൽകുന്ന സൂചന അതാണ്. കാരണം CPIയുമായിട്ട് ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ വിളിച്ച് സംസാരിച്ചിരുന്നത്. ആ സംസാരം ഇന്ന് ഫുൾ സ്റ്റോപ്പ് ആവും. കാരണം ഇന്നത്തോടു കൂടി ഇതിനകത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ NCERT സിലബസ് പിന്തുടർന്നില്ലെങ്കിൽ
കേരളം ഏറെ ശക്തമായി എതിർക്കുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായം, അതായത് ഇന്ത്യൻ നോളജ് സിസ്റ്റം IKS എന്ന് പറയപ്പെടുന്ന സംവിധാനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഭാരതീയ വിജ്ഞാന സമ്പ്രദായങ്ങളും പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമായി മാറും. അപ്പോൾ ഇതാണ് PM ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥകളിൽ നിഷ്കർഷിക്കുന്നത്. ഇത് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണ്ടെന്ന് CPI യും CPM ആദ്യം തീരുമാനമെടുത്തതും. എന്നാൽ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് CPM ആ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ RSS ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ കേന്ദ്രം നടപ്പാക്കുന്നതാണ് ഈ IKS എന്ന വിമർശനം നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഇത് പഠിപ്പിക്കുവാൻ വഴിയൊരുക്കുന്ന പദ്ധതിക്ക് ഇടത് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വർഷം തന്നെ NCERT അവതരിപ്പിച്ച 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ IKSുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 2024 തന്നെ ഇതിൻ്റെ പരിപാടികളിൽ ഇവർക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് ആയിരിക്കണമല്ലോ അത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് അത് എത്തപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ പരമ്പരാഗത ചികിത്സാ രീതി ഉപയോഗിച്ചതിനെ കുറിച്ചുള്ള ഒപ്പം തന്നെ ആധുനിക വാക്സിനുകൾ ഏത് തരത്തിൽ വരുന്നു, അല്ലെങ്കിൽ ഏറെക്കാലം മുമ്പ് വസൂരിക്കെതിരെ ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ രീതി ഉണ്ടായിരുന്നു എന്നുള്ളതടക്കമുള്ള ചില പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ജനങ്ങൾ തിരിച്ചറിയട്ടെ, ഇത്തരം ചർച്ചകൾ അവബോധമുണ്ടാക്കട്ടെ എന്നുള്ള തരത്തിലാണ് പാഠപുസ്തകങ്ങളിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് തുടരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് CPM അടക്കം, CPM ഉം CPI യും അടക്കമുള്ള ഇടതുമുന്നണി തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM നിലപാട് മാറ്റിയിരിക്കുന്നു. CPM അതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടിരിക്കും. പക്ഷേ ഇത് 2024 നടന്നതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ 2024 പോലും ഇതിനകത്ത് ഇങ്ങനൊരു മുന്നണിയുണ്ട് എന്നും ഈ മുന്നണിക്കുള്ളിൽ ഇങ്ങനെ ഒരു പാർട്ടി CPI എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി ഉണ്ടെന്നും ഇവരാരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഒപ്പിട്ടതിന് ശേഷം പോലും CPI അറിയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ ചോദിക്കുന്ന വാദങ്ങളോട് അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പോവുക എന്നുള്ള തരത്തിലേക്കാണ് അവർ എത്തപ്പെടുന്നത്. എന്തായാലും ഇതിൽ നിലപാടിൽ ഒരു തിരുത്തൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ധാരണാപത്രം ഒപ്പിട്ടത് തന്നെയാണ്. അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ CPM വയ്ക്കുന്ന അനുനയ തന്ത്രങ്ങൾ എന്താണോ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ എന്തായാലും ഇവർ, അതായത് ബിനോയ് വിശ്വവും K ഇസ്മായിലും ഒക്കെ തയ്യാറാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന മന്ത്രിമാരാരും തന്നെ രാജിവെക്കുക എന്നുള്ളതിലേക്ക് എത്തില്ല. പക്ഷേ രാജിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് P രാജൻ മാത്രമായിരിക്കും രാജിവെക്കുക. ഒപ്പം ചിലപ്പോൾ P പ്രസാദും ഉണ്ടായേക്കാം. ബാക്കിയുള്ളവരാരും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ CPIക്കുള്ളിൽ തന്നെ വലിയൊരു പിളർപ്പിനുള്ള സാധ്യത ഉണ്ടാകും. കാരണം K ഇസ്മായിൽ പക്ഷം എന്ന് പറയപ്പെടുന്ന പക്ഷം ഈ രാജി എന്ന് പറയപ്പെടുന്ന സംവിധാനമായി മുന്നോട്ട് പോകും. രാജിവെക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തപ്പെടുന്നത് ബിനോയ് വിശ്വവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഈ ബാക്കി 2 പേരുമായിരിക്കും. അങ്ങനെ GRNലും ജിഞ്ചുറാണിയും ബിനോയ് വിശ്വം അടങ്ങുന്ന ഒരു ഗ്രൂപ്പും ഈ P പ്രസാദും P രാജനും ഒപ്പം K ഇസ്മായിലും അടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് പിളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPI എത്തുകയാണെങ്കിൽ ഇത് ആ പാർട്ടിയുടെ അവസാനമാണ്. ഇത് ആ പാർട്ടിയുടെ മരണവും ചരമവുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.